ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിലൂടെ ഒഴുകിയെത്തുന്ന മുഴുവൻ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തുന്നതുവരെ തെരച്ചിൽ തുടരുമെന്ന് മന്ത്രി പി പ്രസാദ്. നിലമ്പൂരിൽ നടന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ആ വെള്ളത്തിന്റെ വിതരണം നടത്താവൂ എന്ന് നമുക്ക് ചാർട്ടുണ്ടാണ്. ബന്ധപ്പെട്ട വകുപ്പുകൾ ആ കാര്യം ഗൗരവകരമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് ആ വെള്ളത്തിന്റെ കാര്യത്തിനകത്ത് ഒരു ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നതിന്റെ വെള്ളം കുടിച്ചിട്ട് പ്രശ്നം ഉണ്ടായി എന്നുള്ള പ്രതിസന്ധിയിലേക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത നമുക്ക് നേരത്തെ കാലത്ത് പറഞ്ഞതുപോലെ 1-2 ദിവസത്തിനുള്ളിൽ നമ്മൾ അവസാനിപ്പിക്കാൻ ചിലപ്പോൾ കഴിയില്ല. സാധ്യമാവുന്നിടത്തോളം നമ്മളെല്ലാവരും ഇപ്പോൾ നിലനിൽക്കുന്നത് പോലെ തന്നെ ഈ സംവിധാനത്തെ ഫലപ്രദമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോയി നമുക്ക് മണ്ണിനടിയിൽ ആളുണ്ട് അല്ലെങ്കിൽ വീടുകളുണ്ട് എന്ന് ഉള്ള സംശയം ഏത് സാഹചര്യത്തിലും അത് പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് അതിന്റെ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഞാനിനി വേറെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. 2 ജില്ലകളുടെ ഏകോപനം വേണം. തെരച്ചിലിനായി നേവിയുടെയും ഹെലികോപ്റ്ററിന്റെയും സഹകരണം ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇനി ലഭ്യമാകുന്ന ശരീരഭാഗങ്ങൾ DNA പരിശോധന നടത്തി നിലമ്പൂരിൽ തന്നെ സംസ്കരിക്കും. ഹെലികോപ്റ്റർ, മണ്ണിനടിയിൽ തിരച്ചിൽ നടത്താനുള്ള ആധുനിക യന്ത്ര സൗകര്യങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കും. ആവശ്യമായ സ്ഥലങ്ങളിൽ ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു.